റാം നാരായൺ റാം ഗ്രന്ഥങ്ങളും ദർശനശാസ്ത്രങ്ങളും യഥാർത്ഥ ബുദ്ധിയിലൂടെ പുറത്തുവന്നവയാണ്. സിദ്ധി, മുക്തി, നിർവ്വാണം ഉണ്ടോ ഇല്ലയോ എന്നത് പിന്നീട് അറിയാം. ഈ രക്തമാംസ ശരീരത്തിൽ ഇത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ശരീരത്തെയാണ് ആരാധിക്കേണ്ടത്. നിജത്തിൽ നിന്നാണ് ഇത്രയധികം സൃഷ്ടി സംഭവിച്ചതെങ്കിൽ ആദ്യം അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിനകത്ത് തന്നെയാണ് ഭൂമി, ക്ഷിതി, വെള്ളം, അപ്പ്, തീ, തേജസ്, കാറ്റ്, മരുത്, ആകാശം, വ്യോം എന്നിവയുടെ കാര്യങ്ങൾ. വഴുതിയാൽ മാത്രം പോരാ, ആത്മസാക്ഷാത്കാരവും സർവദർശിയും സർവജ്ഞതയും ആവർത്തിച്ചു പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. രോഗിക്ക് ചികിത്സ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, വിശക്കുന്ന ഒരാൾക്ക് ഒരു പിടി അരി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, ഗീതയും ഉപനിഷത്തുകളും അവൻ്റെ വിശപ്പ് തീർക്കില്ല. ആദ്യം നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുകയാണ് എന്നത് മനസ്സിലാക്കണം. ഈ രക്തവും മാംസവും വളരാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ശബ്ദം മുഴക്കി പറഞ്ഞാൽ മാത്രം കാര്യമില്ല. നല്ല നിലപാട് നിലനിർത്തിയാലും പ്രായോഗികമായി അതിന് ഫലമുണ്ടാകണം. ഉടമ്പടി നിറഞ്ഞാലേ നീതി സംബന്ധിയായ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ നമ്മുടെ എല്ലാ നയങ്ങളും ദാരിദ്ര്യത്തിൻ്റെ ചതുരകോണത്തിൽ കുടുങ്ങിയിരിക്കുന്നു. എത്രയോ വർഗങ്ങൾ ഇല്ലാതാവുകയാണ്. അവരെ കാണാൻ ഒരാളും ശ്രമിക്കുന്നില്ല. അവർക്കായി വിദ്യാഭ്യാസം നൽകാൻ ഒരു സംവിധാനവുമില്ല. ഇതിനൊക്കെ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ അജ്ഞാനത്താലാണ് ഈ അവസ്ഥ വന്നത്. നയങ്ങൾ മനുഷ്യത്വപരവും ഉദാരവുമാകുമ്പോൾ അവിടെ ദാരിദ്ര്യം ഉണ്ടാകില്ല. ഒരു കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഐക്യം ഈ ലോകം മുഴുവൻ ലഭ്യമാക്കാൻ കഴിയില്ലേ?